അടുത്ത രണ്ടാമത്തെ ചോദ്യം ഇതാണ്. എത്ര വർഷമായിട്ട് വിജേഷ് ടാറ്റ സഫാരി ഈ ഒരു പുതിയ മോഡൽ സർവീസ് ചെയ്യുന്നുണ്ട്? അതോടൊപ്പം തന്നെ ഈ മോഡലിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ വണ്ടി 4 വർഷമായി അല്ലേ? 4 വർഷമായി. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡീസൽ എക്സോസ്റ്റ് ഫ്യൂൾഡ് ഉണ്ട്, ഡെഫ് എന്ന് പറയും. അതേപോലെ പിന്നെ സ്റ്റിയറിങ് റാക്ക് ആൻഡ് പീനിയനാണ്. പഴയ മോഡൽ വണ്ടിക്ക് ബോക്സാണ്, ഇത് റാക്ക് ആൻഡ് പീനിയൻ. അതേപോലെ ഗിയർ ബോക്സ്, പിന്നെ ക്ലച്ച്, അതിൻ്റെ ഫ്ലൈ വീല്, അങ്ങനെ കുറേ പ്രത്യേകത ഇതിനുണ്ട്. സസ്പെൻഷൻ പ്രത്യേകത ഉണ്ട്. സസ്പെൻഷൻ ഇങ്ങനെ പെട്ടെന്ന് കംപ്ലൈന്റ് ആവില്ല. അല്ല, ഞാൻ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം തന്നെ അതാണ്. ഫസ്റ്റ് തന്നെ എന്നെ എന്താ കണ്ണൂര് പയ്യാമ്പലം ഭാഗത്തേക്ക് കൊണ്ടുപോയത്. അപ്പോൾ അവിടെ കുറച്ച് ഹംസ് അടുപ്പിച്ചിട്ടുണ്ട്. അതിൽ കയറിയത് ഞാൻ അറിഞ്ഞില്ല എന്നല്ല, നമുക്ക് സാധാരണ ഒരു വണ്ടി കയറുന്ന സമയത്ത് നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യും. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, ഒരുപക്ഷെ അതായിരിക്കാം ഞാൻ ഈ വണ്ടി സെലക്ട് ചെയ്യാൻ തന്നെ കാരണം എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ സസ്പെൻഷൻ കംപ്ലൈന്റ് കുറവാണ്. ഇപ്പോൾ ഞാനിപ്പോൾ 1,00,000 കിലോമീറ്റർ ഓടിയിട്ടും ഇപ്പോൾ ഞാൻ വിജേഷ് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, ഇനി എപ്പോഴായിരിക്കും ഇതിന്റെ സസ്പെൻഷൻ നമ്മളെന്ന് എന്തെങ്കിലും പണി വരും എപ്പോഴാന്ന് പറഞ്ഞ സമയത്ത് വിജേഷ് ഇതേവരെ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഓടിച്ചോ, ഇതേവരെ അതിന് പണികളൊന്നും വരാനുള്ള സാധ്യത ഇല്ല എന്നുള്ള രീതിയിലാണ് വിജേഷ് സംസാരിച്ചിട്ടുള്ളത്. ശരിയല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, കേട്ടോ.